എന്റെ മക്കളുടെ വിഷപ്പടക്കാറില്ല ആ സമ്പത്ത് തരണം എന്നുള്ള വിധിവാക്യമായിട്ടാണ് വരുന്നത്. ഹബീബായ തങ്ങൾ പറയുന്ന ആയിഷ, നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു നോക്കൂ, ആ വീട്ടിന്റെ അകത്തൊന്ന് പരതി നോക്കൂ, അതേ ഭരണികളും കുപ്പികളുമെല്ലാം ഒന്ന് തപ്പി നോക്കൂ. എന്തെങ്കിലും സമ്പത്ത് കണ്ടാൽ ആ സമ്പത്തി മനുഷ്യര് കൊടുത്തുകൊണ്ട് സമാജ ചിന്തിക്കാൻ ഒരു സാധന വേഗാതെ തയ്യാറാകണം. ആയിഷ, മഹദിയായ ആയിഷ റളിയല്ലാഹു അടുക്കളയിലേക്ക് കടന്നു ചെല്ലുന്നു, എന്റെ വൈദഗ്ധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ടെല്ലാം തപ്പി നോക്കുകയാണ്, തെരഞ്ഞു നോക്കുകയാണ്. സ്വന്തമായിട്ടൊരു വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്, ഒന്നുമില്ല എന്ന് എങ്കിൽ തന്നെയും ഹബീബായി തങ്ങൾ പറഞ്ഞതല്ലേ ഒന്ന് അന്വേഷിച്ചു നോക്കുന്നു. എന്നിട്ട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു വസ്തുവിനെയും ഞാൻ എത്തിച്ചിട്ടില്ല. ഒരൊറ്റ വസ്തുവിനെയും ഇവിടെ ഞാൻ എത്തിക്കുന്നില്ല നബിയേ. യാതൊരു വിധമായ ഭക്ഷണ സാധനങ്ങളും ഇവിടെയില്ല. ഇവിടെ യാതൊരു വിധമായ ഗ്രഹങ്ങളും ഇവിടെയില്ല. ഒന്നും കൊടുക്കാൻ പറ്റിയ ഒന്നും തന്നെയില്ല നബിയേ എന്ന് പറഞ്ഞു വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, പോലെ നീ പോകുക, നീ മടങ്ങിപ്പോകുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് അവസരം വരിക, അതിനെട്ട് ഞാൻ തരാം. ആ മനുഷ്യൻ പറയുന്നു, ഇല്ല ഹബീബ്, ഞാനങ്ങ് പോകുന്നത് എന്റെ ഭാര്യയിലേക്കാണ്, ഞാനങ്ങ് പോകുന്നത് എന്റെ മക്കളിലേക്കാണ്, വിശന്നിരിക്കുന്ന മക്കളിലേക്ക് ചെന്ന് ഹബീബായ